ഇന്ന് ഞാൻ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു മുട്ട ബിരിയാണിയാണ് ഇന്ന് കാണിക്കുന്നത്. ഇതാകുമ്പോൾ രാവിലെ സമയമില്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാനും പറ്റും. പിന്നെ ഇതിന് കറിയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇത് കുക്കറിൽ തന്നെ ചെയ്തെടുക്കേണ്ട പരിപാടിയേ ഉള്ളൂ. അതിനാവശ്യമായ സാധനം സവോളയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും. അതിനായി ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും പേസ്റ്റാക്കി എടുക്കുന്നുണ്ട്. കുട്ടികൾക്കായതുകൊണ്ട് ഞാൻ എരിവ് കുറച്ചാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇത് അടിച്ചെടുത്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. ഇനി ഒരു കുക്കറെടുത്ത് അതിലോട്ട് നെയ്യ് ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് തന്നെ ഏലക്കയും പട്ടയും ഗ്രാമ്പും ഇട്ട് കൊടുക്കണം. പട്ടയിലയും വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ച സവോളയും തക്കാളിയും ഇട്ട് കൊടുത്ത് നല്ല രീതിയിലൊന്ന് വഴറ്റി കൊടുക്കണം. വഴറ്റി ചെറുതായി കളറ് മാറുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിലിട്ട് പച്ചമുളക് എരിയില്ലാത്തതുകൊണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 സ്പൂണാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിൽ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ മല്ലിപ്പൊടിയും 1 സ്പൂൺ ഗരം മസാലയുമാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. എരിവൊട്ടും വേണ്ടാത്തതുകൊണ്ട് ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടിട്ടുള്ളത്. ഇതെല്ലാം മിക്സ് ചെയ്ത് നമുക്ക് അതിലോട്ട് 1 പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. ഇനി മസാലയുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കണേ. എന്നിട്ട് അതിലോട്ട് നമുക്ക് മല്ലിച്ചപ്പും കൂടി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോഴത്തേക്ക് മുട്ടയെല്ലാം തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്, അതുകൂടെ ഇട്ട് കൊടുക്കണേ. ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളൂ, 3 ആൾക്ക് മാത്രമേ വേണ്ടൂ. ഇതെല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. മുട്ടയ്ക്ക് മസാലയൊക്കെ പിടിക്കണ്ടേ, അതിനു വേണ്ടിയാണ് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് അതിലോട്ട് അരിക്ക് ആവശ്യമായ വെള്ളം ഒഴിക്കാം. ഞാനിവിടെ 3 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. 3 ഗ്ലാസ് അരിക്ക് അതിൻ്റെ ഡബിൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പം ഞാൻ 6 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് അരിക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചെറുനാരങ്ങ കൂടെ പിഴിഞ്ഞൊഴിച്ച് വെള്ളം തിളക്കുമ്പോൾ അതിലോട്ട് അരി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ബസുമതി റൈസാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കുക്കർ 3 വിസിൽ വരുന്നവരെ മൂടി വെക്കാം. 3 വിസിൽ കഴിഞ്ഞ് തുറക്കുമ്പോൾ നല്ല മണം വന്നു കേട്ടോ. ഇതാ മസാലയെല്ലാം നന്നായി പിടിച്ചിട്ടുണ്ട് റൈസിന്. ഇനി നമുക്ക് വേഗം ലഞ്ച് ബോക്സിലോട്ട് മാറ്റി വെക്കാം. ഈ റൈസിന് കറിയൊന്നും വേണ്ടെങ്കിലും ഞാൻ ചെറുതായിട്ടൊന്ന് സാലഡ് ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്തായാലും ഒരു പ്രാവശ്യം ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. ഇത്രയൊക്കെ കണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം ലൈക്കും ഷെയറും ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.